അജ്ഞതയുടെ അന്ധകാരത്തിൽപ്പെട്ടുഴറുന്ന ഒരു ജനതയുടെ മോചനം അക്ഷരങ്ങളിലൂടെ മാത്രമാണെന്ന ഉറച്ച പ്രഖ്യാപനത്തോടെയാണ് ആര്യാടൻ ഷൌക്കത്തിന്റെ യുവ നേതൃത്വത്തിലുള്ള ഗ്രാമപഞ്ചായത്ത് ഒരു പുത്തൻ ഭരണയുഗത്തിന് നാന്ദി കുറിച്ചത്. ജ്യോതിർഗമയയിലൂടെ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടിയാണ് ജ്യോതിർഗമയ. മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ തിരൂർ തുഞ്ചൻ പറമ്പിൽ വെച്ച് ഇടതുപക്ഷ ചിന്തകനും എഴുത്തുകാരനുമായ പി ഗോവിന്ദപിള്ള അക്ഷരദീപം കൊളുത്തി ജ്യോതിർഗമയയ്ക്ക് തുടക്കം കുറിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യാടൻ ഷൌക്കത്ത് അക്ഷരദീപം ഏറ്റുവാങ്ങി ആയിരങ്ങളുടെ അകമ്പടിയോടെ നിലമ്പൂരിലെത്തിച്ചു. പ്രായം ചെന്നവരുടെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് കഴിയാത്ത ഒരു കാര്യം, സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിക്കുകയും മധ്യവയസ്സിലേക്ക് പ്രവേശിക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക മാത്രം ചെയ്യുന്ന ഷൌക്കത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു പഞ്ചായത്ത് ആരംഭിച്ചു എന്നുള്ളതും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും പഞ്ചായത്തിലുള്ളവരും പുറത്തുള്ളവരും അത് സഹകരിക്കുന്നു എന്നുള്ളതും അഭിനന്ദനാർഹമാണ്. പക്ഷേ എന്റെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശ അതിനെ സംബന്ധിച്ചുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. അക്ഷരാഭ്യാസമില്ലാത്തതുകൊണ്ട് മാത്രം ജീവിതത്തിൽ ഒരുപാട് അവഗണനകൾക്കും ചൂഷണങ്ങൾക്കും വിധേയരായിത്തീർന്ന നൂറുകണക്കിന് ആളുകളുടെ ദുരിതങ്ങൾ ഏറ്റുവാങ്ങി അവർക്ക് അറിവിന്റെ കരുത്തു പകരുകയായിരുന്നു ജ്യോതിർഗമയ. ബൃഹത്തായ ഒരു സർവേയിലൂടെ കണ്ടെത്തിയ 1500 പേരായിരുന്നു പഠിതാക്കൾ. 90% സ്ത്രീകൾ. ഇവരെ പഠിപ്പിക്കാൻ പ്രതിഫലേച്ഛ കൂടാതെ മുന്നോട്ട് വന്ന 350 ഫെസിലിറ്റേറ്റർമാർ. 2006 മാർച്ച് 1-ന് 142 പഠന കേന്ദ്രങ്ങളിലായി ക്ലാസുകൾ ആരംഭിച്ചു. വായനശാലകൾ, അംഗനവാടികൾ, സ്കൂളുകൾ, മദ്രസകൾ, വീടുകൾ, ക്ലബ്ബുകൾ, ചർച്ചുകൾ എല്ലാം ജ്യോതിർഗമയ പഠന കേന്ദ്രങ്ങളായി. കാഴ്ചയ്ക്ക് മങ്ങലേറ്റ പഠിതാക്കൾക്ക് കണ്ണ് പരിശോധിച്ച് കണ്ണടകൾ നൽകി. അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ മലയാളത്തിലെ 50ഓളം സാഹിത്യകാരന്മാരോട് നേരിൽ സംവദിക്കാൻ അക്ഷരസംഗമം പരിപാടിയൊരുക്കി. ഇവിടെ വെച്ച് ഈ പഠിതാക്കൾക്ക് 4ാം ക്ലാസ് തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകും. ഇതിൽ ഇവരുടെ വയസ്സ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്ഷരങ്ങൾ പഠിച്ചു പരീക്ഷ എഴുതി 4ാം ക്ലാസ് തുല്യതാ വിദ്യാഭ്യാസ യോഗ്യത കൈവരിച്ച ഈ സാധാരണക്കാർ ഏറെ സന്തോഷത്തോടെ മക്കളും പേരമക്കളുമായി ഇവിടെ എത്തിച്ചേർന്നു. തങ്ങൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നു എന്നതിന് ഇവർക്ക് ജീവിതത്തിലാദ്യമായി കിട്ടുന്ന ഒരു ഔദ്യോഗിക രേഖയായ ഈ 4ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങണം. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ എം.എ. ബേബിയാണ് അക്ഷരസംഗമം പരിപാടി ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഈ ചടങ്ങിന് വിദ്യാഭ്യാസ മന്ത്രി എത്തിച്ചേർന്നത് 3 മണിക്കൂറിന്റെ കാത്തിരിപ്പിന് ശേഷമാണ്. പക്ഷേ അത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തെ നിലമ്പൂർ പാർട്ടി ഓഫീസിൽ തടഞ്ഞുവയ്ക്കുകയായിരുന്നു. എന്നാൽ കഴമ്പില്ലാത്ത ആരോപണങ്ങളെ അവഗണിച്ച് ജ്യോതിർഗമയ പഠിതാക്കളെ കാണാനും അവരോട് സംസാരിക്കാനും മന്ത്രി എത്തുക തന്നെ ചെയ്തു. ഞാനുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് ഇവിടെ ഇതിനെക്കുറിച്ച് കടുത്ത പല വിമർശനങ്ങളും പരാതികളും ആക്ഷേപങ്ങളും ഉണ്ട്. പക്ഷെ അത് നിൽക്കുമ്പോഴും ഇവിടെ അഭിനന്ദിക്കേണ്ട ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു ഈ നിലമ്പൂർ പഞ്ചായത്ത്. അതിന്റെ സാക്ഷികളാണ് നിങ്ങളെല്ലാം, ആ പ്രവർത്തനത്തിൽ പങ്കെടുത്തവരാണ് നിങ്ങളെല്ലാം. അപ്പൊ ഇവിടെ ഈ പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നടന്ന നല്ല പ്രവർത്തനങ്ങളെ എല്ലാം ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി ഞാൻ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. പഠനത്തോടൊപ്പം പഠിതാക്കളുടെ കലാപ്രകടനങ്ങൾക്കും ജ്യോതിർഗമയ വേദിയൊരുക്കി. 126 സെന്ററുകളിൽ കലോത്സവം നടന്നു. 3000ഓളം പേർ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പഠിതാക്കൾക്കു വേണ്ടി പഠനയാത്രകൾ സംഘടിപ്പിച്ചു. 1000-ലധികം പഠിതാക്കളുമായി കോഴിക്കോട് വിമാനത്താവളം, ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം, മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരകം എന്നിവ സന്ദർശിച്ച് ഒടുവിൽ കോഴിക്കോട് ബീച്ചിലെത്തി. ഇവിടെ
അറബിക്കടലിന് അഭിമുഖമായി ജ്യോതിർഗമയ പഠിതാക്കളുടെ മഹാസാഗരം അലയടിച്ചു. ഒരു മലയോര ഗ്രാമമായ നിലമ്പൂരിൽ ജനിച്ചു വളർന്ന ഇവരിൽ മഹാഭൂരിപക്ഷം പേരും കടലും വിമാനവുമെല്ലാം ജീവിതത്തിൽ ആദ്യമായി കാണുകയായിരുന്നു. തുടർന്ന് കോഴിക്കോട് ടൌൺ ഹാളിൽ നടന്ന പരിപാടിയിൽ ആദ്യമായി അക്ഷരം പഠിച്ച ജ്യോതിർഗമയ പഠിതാക്കളോട് മലയാളത്തിന്റെ മഹാസാഹിത്യകാരൻ MT വാസുദേവൻ നായർ സംവദിച്ചു. അക്ഷരം എന്ന് പറയുന്നത് വെളിച്ചമാണ്. അത് സമയത്ത് നമുക്കറിയാത്ത ലോകങ്ങൾ തുറക്കാനുള്ള, അറിയാത്ത ഏതൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ടുള്ള, അത്ഭുതങ്ങൾ വെച്ചിട്ടുള്ള ചിലതൊക്കെ തുറക്കാനുള്ള ഒരു താക്കോല് കൂടിയാണ്. ആ ലോകത്തിലേക്ക് കടന്നു വരാൻ തയ്യാറായിട്ടുള്ള നിങ്ങളെ ഒക്കെ ഞാൻ അഭിവാദ്യം ചെയ്യാന്നല്ലാതെ നിങ്ങളോട് വലിയ ഒരു ഉപദേശവും ചെയ്യാൻ അർഹനല്ല ഞാൻ. 1.5 വർഷം നീണ്ട നിരന്തര യജ്ഞത്തിന് 2008 ജനുവരി 8 ഫലപ്രാപ്തി. നിലമ്പൂർ ഭാരതത്തിന്റെ നെറുകയിൽ. ആയിരങ്ങളെ സാക്ഷി നിർത്തി കേരളത്തിന്റെ അന്നത്തെ ഗവർണർ ശ്രീ R.L. ഭാട്ടിയ ആ ചരിത്ര പ്രഖ്യാപനം നടത്തി. നിലമ്പൂർ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. Like many firsts the Kerala has, this is again the very first attempt, initiative to make this panchayat a primary education village. I think this will be a guide to all India, and India will try to learn from Kerala. ജ്യോതിർഗമയ പദ്ധതിക്ക് ശേഷം നമ്മുടെ ഗ്രാമസഭകളിലെ അംഗങ്ങളുടെ എണ്ണം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. ഇവർ ആസൂത്രണ പ്രക്രിയയിൽ അവരുടെ അവകാശങ്ങളെക്കുറിച്ച്, അവർക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവർ പറയാനും അതിൽ ഇടപെടാനും അവർ തയ്യാറായി. അവിടെ സ്വന്തമായ കാര്യങ്ങൾ, അവരുടെ പേഴ്സണാലിറ്റി തന്നെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു. ഗ്രാമസഭ അറിയിപ്പ്. നിലമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ അക്ഷര വെളിച്ചത്തിനുമപ്പുറം നിലമ്പൂരിന്റെ മറ്റു ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂടി വെളിച്ചം വീശുന്നതായിരുന്നു ജ്യോതിർഗമയ. പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്തായി നിലമ്പൂർ മാറുന്നതിലൂടെ കേരളം വീണ്ടും ഭാരതത്തിന് മാതൃകയാവുകയാണ്. ശ്രീ R.L. ഭാട്ടിയ, മുൻ കേരള ഗവർണർ. നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ ജ്യോതിർഗമയ പദ്ധതി ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും നടപ്പാക്കാൻ ശ്രദ്ധിക്കും. കേന്ദ്ര പഞ്ചായത്തി രാജ് വകുപ്പ് മന്ത്രി ശ്രീ മണിശങ്കർ അയ്യർ.